2 ദിവസത്തെ ചടുല രാഷ്ട്രീയ നീക്കങ്ങൾക്കൊടുവിൽ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജിവെച്ചു. രാജിക്കത്ത് ഗവർണർ രാജേന്ദ്ര അർലേക്കർക്ക് കൈമാറി. എൻഡിഎ സഖ്യ സർക്കാരിന്റെ മുഖ്യമന്ത്രിയായി 5 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്താൻ ശ്രമിച്ചെന്നും അവർ ഗൌരവമായി എടുത്തില്ല എന്നും നിതീഷ് കുമാർ ആരോപിച്ചു. മഹാസഖ്യത്തിലെ സ്ഥിതി മോശമാണെന്നും നിതീഷ് കുമാർ പറഞ്ഞു. आज हमने इस्तीफा दे दिया और जो सरकार थी उसको भी समाप्त करने का हमने आज गवर्नर साहब को दे दिया। तो हमने सब लोगों की बात को सुन लिया, तो इसीलिए आज हमने इस्तीफा दे दिया। अब ये जो भी सरकार थी वो समाप्त कर दिया गया। अभी हम जो पहले गठबंधन को छोड़ के नए गठबंधन बनाए थे, कितना काम हम कर रहे थे और उधर भी लोग हम अलायंस करवाए, क्या क्या करवाने में लगे और कोई कुछ काम ही नहीं कर रहे थे। तो सबको लेकर के तकलीफ और यहाँ पर भी लोगों को तकलीफ, तो ये हो गया तो हमने बोलना छोड़ दिया था। अब सबकी रुकी നിതീഷിനെതിരെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ ജെഡിയു പോകുമെന്ന് നേരത്തെ അറിയാമായിരുന്നു. നിശബ്ദത പാലിച്ചത് ഇന്ത്യ സഖ്യം തകരാതിരിക്കാനാണെന്നും ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി പോരാടുമെന്നും മല്ലികാർജുൻ ഖർഗെ പ്രതികരിച്ചു. पहले से मालूम था, लेकिन हमने इंडिया अलायंस को इंटैक्ट रखने के लिए हम होके कोई बात अगर गलत करेंगे तो वो रॉन्ग मैसेज आएगा। इसीलिए हमने कल लोग पूछे मुझे, परसों पूछे, तो मैं यही कहा कि देखेंगे, अभी हम तो उसका डेवलपमेंट हमको मालूम नहीं, उसके बाद हम देखेंगे. സുവി വിശ്വനാഥൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. സുവി, അങ്ങനെ 10 വർഷത്തിനിടയിൽ 5ാമത്തെ കരണമറിച്ചിൽ അല്ലെ, മഹാസഖ്യത്തെ വലിയ പ്രതിസന്ധിയിലാക്കി പിളർത്തി നിതീഷ് പാളയം വിട്ടിരിക്കുന്നു. തീർച്ചയായും ഭവ്യ, മഹാസഖ്യത്തെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ പാളയം വിട്ടിരിക്കുന്നത്. അദ്ദേഹം പ്രധാനമായും എടുത്തു പറയുന്ന കാര്യം BJP വിരുദ്ധ പക്ഷത്തിനു വേണ്ടി താൻ പ്രവർത്തിച്ചു, പക്ഷേ ആ ഒരു പരിഗണന തനിക്ക് ലഭിക്കുകയുണ്ടായില്ല. ഒപ്പം തന്നെ മല്ലികാർജുൻ ഖാർഗെയെ പ്രധാനമന്ത്രിയായി ഉയർത്തിക്കാട്ടാനുള്ള ശ്രമങ്ങളും അദ്ദേഹത്തിന് പിടിച്ചിരുന്നില്ല. ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ നിതീഷ് കുമാർ പാളയം വിട്ടിരിക്കുന്നത്. അദ്ദേഹം NDAയുടെ മുഖ്യമന്ത്രിയായി അല്പസമയത്തിനകം തന്നെ ചുമതലയേൽക്കും ചെയ്യും. സത്യപ്രതിജ്ഞ വൈകിട്ട് 5 മണിക്കാണ് ബീഹാർ രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. അദ്ദേഹത്തോടൊപ്പം എടുത്തു പറയേണ്ടത് BJPയുടെ 2 ഉപമുഖ്യമന്ത്രിമാർ, അവരുടെ പേരുകൾ വിജയ് സിൻഹ, സാമ്രാജ് ചൗധരി എന്നിവർ സ്ഥാനമേൽക്കും. ഒപ്പം 6 BJP മന്ത്രിമാർ കൂടി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 5:30 NDA മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്ന നിതീഷ് കുമാറിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം ചേരുക എന്നും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്ന് രാവിലെയാണ് അദ്ദേഹം രാജി പ്രഖ്യാപിച്ചത്. ഇന്ന് രാവിലെയാണ് രാഷ്ട്രീയ നാടകത്തിന് വിരാമമായിരിക്കുന്നത്. ഇന്ന് രാവിലെ ആദ്യം JDU നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷമാണ് അദ്ദേഹം തന്റെ രാജി പ്രഖ്യാപിച്ചത്. ആ യോഗത്തിൽ തന്റെ തീരുമാനം അദ്ദേഹം അറിയിക്കുകയായിരുന്നു. നേരത്തെ തന്നെ കഴിഞ്ഞ 2 ദിവസങ്ങൾക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും അമിത്ഷായുമായും നിതീഷ് കുമാർ ചർച്ചകൾ നടത്തിയിരുന്നു. ആ ചർച്ചകളിൽ ആദ്യം രാജിവെക്കുക, പിന്നീട് സത്യപ്രതിജ്ഞ ചെയ്ത് വീണ്ടും അധികാരമേൽക്കുക എന്നൊരു ഫോർമുലയാണ് BJP മുന്നോട്ട് വെച്ചത്. ആ നീക്കത്തോട് പൂർണ്ണമായൊരു പിന്തുണ അദ്ദേഹം നൽകുന്നു എന്ന് തോന്നിക്കുന്ന തരത്തിൽ ആദ്യം രാജിവെക്കുന്നു. ഏതായാലും BJP അംഗങ്ങളുടെ പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള കത്തും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നിതീഷ് കുമാർ രാജിവെച്ചിരിക്കുകയാണ്. മഹാസഖ്യത്തിന് വലിയ പ്രതിസന്ധി, വലിയ വെല്ലുവിളി തീർത്തുകൊണ്ടാണ് ഇപ്പോൾ നിതീഷ് കുമാർ രാജിവെച്ചിരിക്കുന്നത് എങ്കിൽ NDA സഖ്യത്തിന് വലിയൊരു നേട്ടമായി തന്നെ ഇത് വിലയിരുത്താൻ BJPയെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട സംസ്ഥാനത്തുകൂടെ അധികാരത്തിൽ ഒരു പ്രാതിനിധ്യം ഉണ്ടാക്കിക്കൊണ്ട് അധികാരത്തിൽ വരാനുള്ള ഒരു ഇടയുണ്ടാക്കുന്നു. ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ബീഹാറിൽ കൂടുതൽ സീറ്റുകൾ നേടാൻ ഈ നിതീഷ് കുമാറുമായി സഖ്യം കൊണ്ട് കഴിയും എന്നൊരു ആത്മവിശ്വാസവും BJP പ്രകടിപ്പിക്കുന്നുണ്ട്. ഏതായാലും നിതീഷ് കുമാർ രാജിവെച്ചിരിക്കുന്നു. 1.5 വർഷത്തിനിടയിലാണ് അദ്ദേഹം വീണ്ടും 3 വർഷത്തിനിടയിൽ 2ാമത്തെ തവണയാണ് അദ്ദേഹം ഇങ്ങനെ മുന്നണി ബന്ധം വിട്ടുമാറുന്നത്. 2020 BJPയുടെ പിന്തുണയോടുകൂടി ജയിച്ച് അധികാരത്തിലെത്തിയ അദ്ദേഹം കഴിഞ്ഞ 18 മാസങ്ങൾക്ക് മുമ്പാണ് മഹാഗഡ്ബന്ധൻ RJDയും JDU കോൺഗ്രസ് സഖ്യത്തോടൊപ്പം ചേർന്ന്
മന്ത്രിസഭ ഉണ്ടാക്കുന്നതും മുഖ്യമന്ത്രിയാവുന്നതും അതിനുശേഷം വീണ്ടും കരണം മറിഞ്ഞ് അദ്ദേഹം BJP പാളയത്തിലേക്ക് തന്നെ പോവുകയാണ്. ഏതായാലും നിതീഷ് കുമാർ രാജിവെച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ വൈകിട്ട് 5 മണിക്കാണ്. ഭവ്യ. തീർച്ചയായും സുവി, ഈ നിതീഷ് കുമാർ രാജിവെച്ച അതേ സാഹചര്യത്തിൽ തന്നെ ചോദിക്കട്ടെ, കോൺഗ്രസിന് 19 MLA-മാർ ഉള്ളിടത്ത് 9 MLA-മാരെ വിളിച്ചിട്ട് ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അത് എന്താണ് സൂചിപ്പിക്കുന്നത്? ഓപ്പറേഷൻ താമര എന്നുള്ളതിലേക്ക് വിവരങ്ങളൊക്കെയാണോ പ്രതിപക്ഷം വിരൽ ചൂണ്ടുന്നത്? എന്താണ് മനസ്സിലാക്കേണ്ടത്? ഭവ്യ, 243 അംഗ നിയമസഭയാണ് ബീഹാറിലുള്ളത്. അതിൽ 122 അംഗങ്ങൾ ഉണ്ടായാൽ ഭൂരിപക്ഷമാകും. ഇപ്പോൾ തന്നെ JDU BJP സഖ്യത്തിന് അതുണ്ട്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി RJD ആണ്. അവർക്ക് 79 അംഗങ്ങളാണ്. BJPക്ക് 78 അംഗങ്ങളും JDUവിന് 45 അംഗങ്ങളും കോൺഗ്രസിന് 19 അംഗങ്ങളുമാണുള്ളത്. ഇതിൽ നിലവിൽ ഈ NDA സഖ്യത്തിന് ഭൂരിപക്ഷമുണ്ട് എങ്കിൽ കൂടിയും ഈ കോൺഗ്രസിൽ നിന്ന് ചിലരെ അടർത്താനുള്ള ശ്രമങ്ങൾ നിതീഷിന്റെ പാളയത്തിൽ നടന്നിരുന്നു. ആ രീതിയിലുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഭൂപേഷ് ബാഗലിനെ ഇക്കാര്യങ്ങൾ നിരീക്ഷിക്കാനും കോൺഗ്രസ് അംഗങ്ങളുമായി സംസാരിക്കുവാനും മറ്റും കേന്ദ്ര നേതൃത്വം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ 9ഓളം വരുന്ന കോൺഗ്രസ് MLA-മാരുമായി കേന്ദ്ര നേതൃത്വത്തിന് ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്നത് സംബന്ധിച്ച വാർത്തകൾ വരുന്നത്. ഏതായാലും ഇവർ മറുപാളയത്തിലേക്ക് NDA പാളയത്തിലേക്ക് പോകുമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെയും വന്നിട്ടില്ല. ഏതായാലും ഇത് സംബന്ധിച്ച സൂചനകൾ ഉണ്ട്. അങ്ങനെയെങ്കിൽ ഈ സഖ്യം രൂപീകരിക്കുന്നതോടൊപ്പം ബീഹാറിൽ കോൺഗ്രസിനെ പിളർത്താൻ കൂടെ NDAക്ക് സാധിച്ചിരിക്കുന്നു എന്ന് വേണ്ടിവരും നമുക്ക് പറയാൻ. അങ്ങനെയാണെങ്കിൽ ബീഹാറിലെ ഈ കോൺഗ്രസ് MLA-മാർ കൂടി ചാഞ്ചാടി തുടങ്ങുകയാണെങ്കിൽ അത് പ്രതിപക്ഷ നീക്കത്തിനെ സംബന്ധിച്ച വലിയ തിരിച്ചടി അല്ലേ? അങ്ങനെ തന്നെ പറയണമല്ലേ? തീർച്ചയായും വലിയ തിരിച്ചടി തന്നെയാണ്. കാരണം ഈ നിതീഷ് കുമാർ ഈ NDAയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ JDUവിനെ പിളർത്തിക്കൊണ്ട് വീണ്ടും RJDയും കോൺഗ്രസും കൂടിയുള്ള ഒരു സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ നിലവിൽ RJDക്കും കോൺഗ്രസിനും 114 അംഗങ്ങളാണുള്ളത്. അതോടൊപ്പം ഈ JDUവിൽ നിന്ന് ചിലരെ കൂടെ അടർത്തി മാറ്റിക്കഴിഞ്ഞാൽ ഭൂരിപക്ഷം തികച്ച് സർക്കാർ രൂപീകരിക്കാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അതിനുള്ള ശ്രമങ്ങളും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. എന്നാൽ ആ നീക്കങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ കോൺഗ്രസിനെ തന്നെ പിളർത്താനുള്ള ശ്രമങ്ങൾ നിതീഷിന്റെയും BJPയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുക. ഏതായാലും ഈ 9 MLA-മാരെ സംബന്ധിച്ച് നിലവിൽ വിവരങ്ങൾ ഒന്നും ലഭ്യമായിട്ടില്ല. 5 മണിക്ക് സത്യപ്രതിജ്ഞ നടക്കും. 5:30-ക്കാണ് ആദ്യ മന്ത്രിസഭാ യോഗം ചേരുക. അതിനുശേഷം കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും എന്ന് മാത്രമേ ഈ നിമിഷത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ. ഭവ്യ. തീർച്ചയായും നന്ദി. സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.